പുളിമ്പറമ്പ് വട്ടുവൻ റോഡ് പിന്നെയും അടച്ചിട്ടുണ്ട്. ഇന്നലെയും മണ്ണിടിച്ചിൽ വന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടില്ല, അതായത് അടുത്ത ഷിരൂരാവാൻ ചാൻസ് ഉണ്ട്, കുപ്പവും അതേപോലെ ഈ പുളിമ്പറമ്പ് ഭാഗത്തൊക്കെ എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ ഇടിച്ച് നിരത്തിയിട്ട് ഇനി ആ റോഡ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അത്രയും ഭാഗം ഇനി ബാക്കിയുള്ളൂ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ആ ഒരു ഡ്രോൺ ഷോട്ടിൽ ശരിക്കും മനസ്സിലാകും ആ റോഡ് എത്രയാണ് ഇനി ഉള്ളതെന്നുള്ളത്. അപ്പോൾ സംഭവം അറിയാമല്ലോ, പിന്നെ കീഴാറ്റൂരിൽ നിന്ന് മറ്റേ പരിയാരത്തേക്ക് പോകുന്ന ആ ഒരു പിന്നെ NH-66 ആ ഒരു പണീൻ്റെ ഇടക്കാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു വഴി വിട്ടുപോയത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വെള്ളിക്കീലേക്കും അതേപോലെ പട്ടുവം വഴി ഏഴോത്തേക്കും പിന്നെ പഴയങ്ങാടിയൊക്കെ എളുപ്പം പോവാം. ട്രാഫിക് അത്ര ഇഷ്യൂസ് ഇല്ലാത്ത റോഡേന്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഒട്ടും പോകാൻ പറ്റാത്ത അനുയോജ്യം അല്ലാത്തൊരു വഴിയായിട്ടാണ് അത് മാറിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ മണ്ണ് ഒലിച്ചിട്ട് റോട്ടുമലേക്ക് വന്നിട്ട് വണ്ടിയൊക്കെ സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ നമ്മളന്ന് പോകുമ്പോൾ തന്നെ ഈ ആക്റ്റീവ് എടുത്തിട്ട് പോകുമ്പോൾ തന്നെ ഒരു ഓട്ടോക്കാരനോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പോകണം. 2 വീലേഴ്സൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട്, പക്ഷേ എന്താ പറയണ്ടേ, മാക്സിമം പോകാണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പോകുന്ന കണ്ടാൽ ഒരുപാട് പേര് അതിലൂടെ പോകും. അതിൻ്റെ അടുത്തുള്ളവരെല്ലാം അതിലൂടെ തന്നെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ മാക്സിമം പോകാതിരിക്കും. കാരണം വെച്ചാൽ നമുക്കൊന്നും പറ്റിയില്ലെങ്കിൽ വേറൊരാൾ വണ്ടി എടുത്ത് പോകുമ്പോൾ അവർക്ക് പ്രശ്നം വരും. ഏത് സമയത്തായിരിക്കും മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് പോകുകയെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആ ഒരു ചെറിയൊരു പിന്നെ ഇതിലാണ് നിൽക്കുന്നത്, ഒരു എന്താ പറയണ്ട മണ്ണിലാണ് ഇപ്പോൾ ആ റോഡ് നിൽക്കുന്നത്. 2 ഭാഗത്ത് പിടിച്ചിട്ട് ഇപ്പം മറ്റേ കുപ്പത്തുള്ളത് പോലും പണി പൂർത്തിയായിട്ടൊന്നുമില്ല. കുപ്പം ഭാഗത്ത് കപ്പണത്തട്ടിലുള്ള ഇനി ആകെ ഒരു ബിൽഡിംഗ് ഉണ്ട്, എ ബി സിൻ്റെ ഒരു ബിൽഡിങ്ങാണത്. പിന്നെ ടൈലിൻ്റെയോ മറ്റൊരു ബിൽഡിങ്ങാണ്, അത് ബാക്കിയുണ്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗത്തുള്ള മണ്ണ് എടുത്തിട്ട് ഇനി അതെപ്പോൾ വീഴുക എന്നുള്ളതൊന്നും എന്താ പറയേണ്ട ഒരു ഉറപ്പില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയില്ല, തോരാത്ത മഴയാണെങ്കിലാണ് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ വരിക. ഇതിപ്പം കർണാടകയിൽ കഴിഞ്ഞ കൊല്ലം ഇടിഞ്ഞ പോലെ ഇക്കൊല്ലം ഈ ഭാഗത്താണ് ഇടിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പം പറയാൻ പറ്റാത്ത കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ ന്യൂസിലും ഇപ്പം കണ്ണൂരാണ് ഈ പിന്നെ എന്താ പറയേണ്ട മണ്ണിടിച്ചിലിൻ്റെ കാര്യത്തിൽ കണ്ണൂരാണ് എടുത്തിട്ടില്ല ഈ ഒരു NH-66 വർക്ക്. ഇവിടെ പിന്നെ അതാണെന്ന് വെച്ചാൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ വീട്ടിലേക്കും വെള്ളം കയറിയിട്ട് അത്രയും മോശം അവസ്ഥയാണ് കുപ്പം ഭാഗത്തെല്ലാം. അതിലൂടെ പോകാൻ പറ്റാത്ത, അതിപ്പോൾ ആൾക്കാർ ഇറങ്ങുമ്പോൾ തന്നെ വെള്ള ഷർട്ട് ഇട്ടിട്ട് വന്നാൽ തിരിച്ച് വരുമ്പോഴത്തേക്ക് ആ ഷർട്ട് അലക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. വെള്ള ഷർട്ട് മുണ്ടുകൂട്ടിച്ച് വന്നാൽ തിരിച്ച് വരുമ്പോൾ തിളക്കത്തിൽ എന്താ പറയേണ്ട ആ ഒരു എന്താ പറയേണ്ട ദിലീപിനെ അന്വേഷിച്ച് പോയൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ആ ട്രാക്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നൊരവസ്ഥ. അതാണിപ്പം കുപ്പത്തിൻ്റെ അവസ്ഥ.